വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു മീൻ പൊള്ളിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയൊക്കെയാണ് വേണ്ടത്. തേങ്ങാപ്പാലും പിന്നെ പൊടികൾ അഡീഷണൽ വേണം. പൊടികൾ എന്തൊക്കെയാണ് ഇടുന്ന സമയത്ത് ഞാൻ പറയാം. ഇതിൻ്റെ പാൻ ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് പെരിഞ്ചീരകം ഇടുക. എന്നിട്ട് സവോള നന്നായിട്ടിട്ട് വഴറ്റിയതിന് ശേഷം അതിലോട്ട് പച്ചമുളക് ഇടുക. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മളതിലോട്ട് ആഡ് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു വാടി വരുന്ന സമയത്ത് നമ്മളതിലോട്ട് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാൻ ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ വരുന്ന രീതിയിലേ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നാൽ കൂടുതൽ ബ്രൗൺ ആവാനും പാടില്ല, എന്നാൽ കരിയാനും പാടില്ല. അങ്ങനത്തെ രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം പൊടികളായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എന്നിവ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ചൊരു ആവട്ടെ, തേങ്ങാപ്പാലൊക്കെ ഒന്ന് അതിലോട്ട് സെറ്റ് ആവണ വരെ ഒന്ന് ജസ്റ്റ് അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ മുളക് പൊടി പുരട്ടി വെച്ച മീൻ എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം പുരട്ടി വെച്ചതാണ്. അതൊന്നും എടുത്തിട്ട് രണ്ട് സൈഡും തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഓയിൽ നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം വാഴയില നന്നായിട്ട് വാട്ടിയതിന് ശേഷം വാഴയിലോട്ട് ഈ മീൻ നമുക്കിനി സെറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എടുത്ത് വെച്ചുള്ള മസാല, മീൻ, വാഴയില ഈ മൂന്നാണ് വേണ്ടത്. വാഴയില വെച്ചതിന് ശേഷം അതിന് മുകളിലോട്ട് മസാല ഇട്ടു, അതിലിട്ട് മീൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മൾ കുറച്ചും കൂടെ മസാല ഇടും. അതിന് ശേഷം നമ്മളത് വാഴയില നന്നായിട്ട് കെട്ടി വയ്ക്കുക. അതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വാഴ മീനുള്ളത് വെച്ചിട്ട് രണ്ട് ഭാഗം അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് എടുക്കാം. എടുത്തതിന് ശേഷം നന്നായിട്ട് സവോളയും ചെറുനാരങ്ങയൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ കൂടെ സൈഡിൽ നാരങ്ങയും സവോളയൊക്കെ പാടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റിന്. എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ പറയണം.